എനിക്ക് കറണ്ട് ബില്ല് 2000, 2500, 3000 രൂപ താഴെ ഒക്കെ ആയിട്ടാണ് കറണ്ട് ബില്ല് വന്നുകൊണ്ടിരുന്നത്. അതിൻ്റെ ഫലമായിട്ട് കറണ്ട് ബില്ല് വീണ്ടും വർദ്ധിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ സാമ്പത്തികമായി നമുക്കൊരു ഭദ്രതയ്ക്ക് വേണ്ടിയിട്ടാണ് സോളാർ എന്നൊരാശയം വന്നപ്പോൾ ഇത് ചെയ്യാൻ തയ്യാറായത്. നമസ്കാരം, എൻ്റെ പേര് നാരായണൻകുട്ടി. എൻ്റെ വീടിൻ്റെ കണക്ഷൻ വന്നിട്ട് വൈഫിൻ്റെ പേരിലാണ്, ശൈലജ നാരായണൻകുട്ടിയുടെ പേരിലാണ്. കറുകുറ്റിയിൽ ശ്രീകൃഷ്ണപുരം പ്രദേശത്താണ് എൻ്റെ വീട്. സോളാറിൻ്റെ ആശയം വരാൻ കാരണം ഇന്ന് കറണ്ട് ബില്ല് വരുമ്പോൾ ഓരോ മാസം വരുന്നതും ഒരു വർഷത്തിൽ 3-4 പ്രാവശ്യമൊക്കെയാണ് കറണ്ട് വർധനവ് വരുന്നത്. അപ്പോൾ നമുക്ക് വേണ്ട രീതിയിൽ ഉപയോഗിക്കണമെങ്കിൽ AC ഉപയോഗിക്കുകയോ ഹീറ്റർ ഉപയോഗിക്കുകയോ മറ്റെല്ലാം ചെയ്യണമെങ്കിൽ നമുക്ക് സോളാർ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് അതിൽ നിന്നും സാമ്പത്തികമായ നേട്ടം നമുക്ക് ഉണ്ടാക്കാൻ കഴിയുള്ളൂ എന്നുള്ളൊരു ആശയത്തിൻ്റെ ഇതിലാണ് ഞാൻ സോളാർ വയ്ക്കാൻ തീരുമാനിച്ചത്. ഇപ്പോൾ 3 കിലോവാട്ടിൻ്റെ സിസ്റ്റമാണ് വെച്ചിട്ടുള്ളത്. ഫൈക്കസ് സോളാർ എനർജി എന്നുള്ള ബ്രാൻഡ് വഴിയാണ് ഞാൻ ഇത് കണ്ടെത്തിയത്. നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ ഫൈക്കസ് സോളാർ എനർജിയുടെ ഭാഗമായിട്ടാണ് അങ്കമാലിൽ വെച്ചിട്ടത്. അദ്ദേഹം പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഓഫീസിൽ പോയി അന്വേഷിച്ച് നല്ല രീതിയിലുള്ള പ്രവർത്തനവും കാര്യങ്ങളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായ രീതിയിൽ അവിടെ പ്രവർത്തനങ്ങളെല്ലാം നടത്തിയെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഞാനും ആ രീതിയിലേക്ക് 2 ദിവസം കൊണ്ട് തന്നെ എനിക്ക് സോളാർ വെച്ച് തരുന്നതിനും എത്രയും പെട്ടെന്ന് തന്നെ കാര്യങ്ങളെല്ലാം നടത്തി തരികയും കാര്യങ്ങളൊക്കെ ചെയ്ത് എല്ലാ സർവീസും അവർ തന്നെ നടത്തുകയും നമ്മളൊന്നും അറിയേണ്ടതില്ല. എല്ലാ സർവീസുകളും അവർ നടത്തുകയും സബ്സിഡി അടക്കമുള്ള എല്ലാ കാര്യങ്ങളും നടത്തി തന്ന് വളരെ ഭംഗിയായിട്ട് ചെയ്തു തന്നിട്ടുണ്ട്. വെച്ചിട്ടുള്ളത് എല്ലാവരും തന്നെ നല്ല അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത്. അവർക്കൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുമാതിരി തന്നെ നല്ല രീതിയിൽ സർവീസും കാര്യങ്ങളും കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല അഭിപ്രായമാണ്. 10-30ഓളം കുടുംബങ്ങളിൽ ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ ഫൈക്കസ് സോളാർ എനർജി അവർ തന്നെ ആണ് വെച്ചിട്ടുള്ളത്. എൻ്റെ വീട്ടിൽ ഇൻഡക്ഷൻ കുക്കർ ഉപയോഗിക്കുന്നത് വഴി ഗ്യാസ് സിലിണ്ടറിൻ്റെ അധിക ചിലവുകളെല്ലാം ഒഴിവാകാനായിട്ട് എന്ന് പറഞ്ഞാൽ ഒരു മാസം കൊണ്ട് ഒരു ഗ്യാസ് സിലിണ്ടർ തന്നത് ഇപ്പോൾ 5 മാസമാണ് കഴിഞ്ഞതിന് ശേഷമാണ് ഗ്യാസ് സിലിണ്ടർ മാറ്റുന്നത്. അപ്പോൾ 4 ഗ്യാസ് സിലിണ്ടറിൻ്റെ ലാഭമാണ് നമുക്ക് കിട്ടുന്നുണ്ട്. മന്ത്ലി കറണ്ട് ബില്ലിൻ്റെ ഇപ്പോൾ ഫിക്സഡ് ചാർജ് എന്നുള്ള ആ ഒരു ചാർജ് മാത്രമാണ്, മറ്റേ എനർജി ചാർജ് വരുന്നില്ല. ഫിക്സഡ് ചാർജ് ആയിട്ട് 160 രൂപയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഓരോ ദിവസവും നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന കറണ്ട് എത്ര യൂണിറ്റ് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാൻ കഴിയുന്നു. ഒരു മാസം എത്ര ഉണ്ടാക്കാൻ കഴിയുമെന്ന് പറയുന്നു. ഒരു വർഷത്തിൽ എത്ര നമുക്ക് കിട്ടുന്നുണ്ടോ, ടോട്ടൽ എത്രയാണ് കിട്ടുന്നതെന്നെല്ലാം നമ്മൾ ഈ ആപ്പ് സോളാർമാൻ എന്നുള്ള ഒരു ആപ്പാണ്. ആ ആപ്പ് വഴി നമുക്ക് അത് കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. എൻ്റെ മൈക്രോടെക് എന്ന് പറഞ്ഞിട്ടുള്ള ഇൻവെർട്ടറാണ് വെച്ചിട്ടുള്ളത്. സോളാർമാൻ എന്നുള്ള ആപ്പ് വഴി നമുക്ക് എല്ലാ ഡീറ്റെയിലും കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. എവിടെ പോയിരുന്നാലും നമുക്ക് ഇത് നമ്മുടെ വീട്ടിൽ എത്ര ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് എന്ന് എന്ന് കിട്ടുന്നില്ല, മഴയാണ് നമുക്ക് കിട്ടുന്നില്ല, കുറവ് കിട്ടുന്നെങ്കിൽ അത് നമുക്കറിയാൻ കഴിയുന്നു. കൂടുതൽ കിട്ടുമ്പോൾ അത് നമുക്കറിയാൻ കഴിയുന്നു, കൃത്യമായി നമുക്കറിയാൻ കഴിയുന്നുണ്ട്. ഫൈക്കസ് സോളാറിനെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല രീതിയിൽ എപ്പോൾ വിളിച്ചാലും കൃത്യമായി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അപ്പം തന്നെ വന്ന് പരിഹാരം കാണുകയും, ഇൻവെർട്ടറാണെങ്കിൽ ആ കമ്പനി വന്നിട്ട് 10 വർഷത്തെ വാറൻറ്റി ഉണ്ട്. ഇത് വേണമെങ്കിൽ 25 വർഷം 30 വർഷത്തെ വാറൻറ്റിയാണ് പാനലുകൾക്ക് പറയുന്നത്. എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ കമ്പനിയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പരിഹരിച്ച് തരികയും കൊടുക്കുകയും കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ് ഫൈക്കസ് സോളാർ എനർജി കമ്പനിയെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്.